ബാരോസ് എന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ വൈറ്റ് റൂം ടോർച്ചർ എന്നൊരു സംഭവം എനിക്ക് ഓർമ്മ വന്നു. സ്റ്റിമുലേഷൻ പരമാവധി കുറച്ച് ആളുകളെ ഒരു വൈറ്റ് റൂമിൽ ഇരുത്തി ടോർച്ചർ ചെയ്യിക്കുന്ന പരിപാടി. സത്യം പറഞ്ഞാൽ ബാരോസ് എന്ന സിനിമയുടെ അവസ്ഥയും ഇത് തന്നെയാണ്. എന്തെങ്കിലും ഒക്കെ കുറച്ച് എക്സൈറ്റിംഗ് ആയ അല്ലെങ്കിൽ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു സാധനം പ്രതീക്ഷിച്ചാണല്ലോ നമ്മൾ സിനിമ കാണാനിരിക്കുക. നമ്മുടെ ബ്രെയിനിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എത്തണം. എന്നാൽ അങ്ങനെ ഒരു തരത്തിലുള്ള സ്റ്റിമുലേഷനും കിട്ടാതെ നമ്മൾ 2.5 മണിക്കൂർ ഇങ്ങനെ സഹിച്ചിരിക്കണം ബാരോസ് കാണുമ്പോൾ. വെറുതെയല്ല അപ്പോൾ വൈറ്റ് റൂം ടോർച്ചർ ഓർമ്മ വന്നത്. ഇഷ്ടമല്ലാത്ത നന്നായി മടിപ്പിക്കുന്ന ഒരു ടീച്ചറുടെ ക്ലാസ് 2.5 മണിക്കൂർ അടുപ്പിച്ച് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത് പോലൊരു അവസ്ഥ. അതാണ് സത്യത്തിൽ ബാരോസ്. മോഹൻലാൽ ഏതോ ഒരു ബബിളിനുള്ളിലാണ് ജീവിക്കുന്നത്. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല. അവിടെ ഇരുന്ന് തനിക്ക് ഇഷ്ടമാകുന്ന എല്ലാ കാര്യങ്ങളും മറ്റെല്ലാവർക്കും അതേപോലെ ഇഷ്ടമാകുമെന്ന മിഥ്യാധാരണയിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണെന്ന് തോന്നും അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ചില തെരഞ്ഞെടുപ്പുകൾ കാണുമ്പോൾ. ഈ ഡിഗാമ തമ്പുരാനും ബറോസും ഒക്കെ കേരളത്തിന്റെ കൾച്ചറുമായി യാതൊരു ബന്ധവുമില്ലാത്ത സംഗതികളാണ്. അപ്പൊ തന്നെ ഒരു കണക്ഷൻ നഷ്ടപ്പെടുന്നുണ്ട്. അത് സാരമില്ല, സംഭവം എക്സൈറ്റിംഗ് ആണെങ്കിൽ. പക്ഷെ ഇവിടെ അതുമില്ല. ബറോസ്, നീതി സൂക്ഷിപ്പുകാരൻ, ഡിഗാമ തമ്പുരാൻ എന്നൊക്കെ ഒരു 1000 വട്ടം പറഞ്ഞ് വെറുപ്പിക്കുന്നതാണ് കഷ്ടം. കേരളത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു സിനിമ എടുക്കുക എന്ന അറ്റംപ്റ്റ് നല്ലതാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. ഇവിടെ മുതിർന്നവരുടെ സിനിമ തന്നെയാണ് കുട്ടികളും കാണുന്നത്. ചെറുപ്പത്തിൽ തന്നെ വയലൻസും അങ്ങനെ വേണ്ടാത്ത എല്ലാം തന്നെ കുഞ്ഞു മനസ്സുകളിലേക്ക് ഫീഡ് ചെയ്യുന്നതിൽ നമുക്ക് യാതൊരു മനസ്താപവുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കൾച്ചറിലേക്ക് കുട്ടികൾക്കുള്ള ഒരു സിനിമ കൊണ്ടുവരുമ്പോൾ അത് കുട്ടികളെ നന്നായി ആകർഷിക്കുന്ന തരത്തിലുള്ളതാകണം. അവരുടെ ഭാവനയെ അതിരില്ലാതെ മേയാൻ വിടുന്ന തരത്തിലുള്ളതാകണം. ഒപ്പം ഒരു ഗുണപാഠവും വേണം. അങ്ങനെയാണ് കുട്ടികൾക്കുള്ള പല വേൾഡ് ക്ലാസ് സിനിമകളും. അത് കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും ക്രിയേറ്റിവിറ്റിക്കും ഉപകരിക്കും. ബറോസിലേക്ക് വരുമ്പോൾ കുറെ കളിപ്പാട്ടങ്ങളുള്ള ഒരു റിച്ച് ആയ കുട്ടി ആ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് തനിക്ക് തോന്നിയ പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. വളരെ സ്ലോ ആയ മൂവ്മെന്റ്സ്, അവസാനിക്കാത്ത ബോറടിപ്പിക്കുന്ന ഫൈറ്റ് സീനുകൾ, ട്രാൻസ്ഫോർമേഷൻ സീനുകൾ വരെ വല്ലാതെ മടുപ്പിക്കുന്ന ഫ്ലാറ്റ് ആയി പോയ അവസരങ്ങൾ. അതും പോരാഞ്ഞ് കോർ തീമിലെ അടിമത്തം, അനുസരണ തുടങ്ങിയ സംഭവങ്ങളുടെ ഗ്ലോറിഫിക്കേഷൻ. ഇതൊക്കെ കൊണ്ട് എങ്ങനെയാണ് കുട്ടികളെ മാനസികമായി വളർത്തുന്നതും അവരിലെ ക്രിയേറ്റിവിറ്റി ഉണർത്തുന്നതും. കുറച്ച് നല്ല വിഷ്വൽസ് ഉണ്ട്. മോഹൻലാലിന്റെ മൊത്തത്തിലുള്ള ഗെറ്റപ്പ് കൊള്ളാം, മൂഡ് കൊള്ളാം. ഇത്രയുമാണ് സിനിമയിൽ കൊള്ളാമെന്ന് തോന്നിയ കാര്യങ്ങൾ. സ്ക്രീൻ പ്ലേ വളരെ മോശം, ഡയലോഗ്സ് പോരാ. ഉദാഹരണത്തിന് ബറോസിനെ ചതിക്കുന്ന ഡിഗാമയുടെ കഥയിലെ ചതിക്കൊന്നും വലിയൊരു സ്ഥാനം സിനിമയിലെ തിരക്കഥയ്ക്കില്ല. അതൊക്കെ ഒട്ടും ഇമ്പാക്ട് ഉണ്ടാക്കാതെ പോവുകയും പകരം വേണ്ടാത്ത എന്തൊക്കെയോ കാണിച്ച് സമയം ഫിൽ ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. പാലസ് പൊളിച്ച് കസീനോ ആക്കുന്നതിനെ ചേരിക്കാർ എതിർക്കുന്നത് കഥയിൽ വരുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റിയും കൂടുതലൊന്നുമില്ല. ഇടയ്ക്ക് വെച്ച് അതും മറന്നുപോകും. ഒരു കംപ്ലീഷൻ ഒന്നിനുമില്ല. VFX ചിലയിടത്ത് നന്നായി വരുന്നുണ്ടെങ്കിലും ചിലയിടത്തൊക്കെ കോമഡിയാണ്. വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്ന പാട്ടൊക്കെ നല്ല കോമഡിയായിരുന്നു. അതുപോലെ ഈവിൾ സ്പിരിറ്റിനെ നശിപ്പിക്കുന്ന ആ പാട്ടിലെ ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഒരു ഗുമ്മില്ലായിരുന്നു. ബഡ്ജറ്റ് പ്രോബ്ലം ആകാം. സിനിമയുടെ മറ്റൊരു വലിയ പ്രശ്നം അഭിനേതാക്കളാണ്. മൂട് കഴിച്ച് ബാക്കി ആരും അത്ര നാച്ചുറലായി അഭിനയിക്കുകയോ ഡയലോഗ് പറയുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആഫ്രിക്കൻ മന്ത്രവാദിനിയുടെയൊക്കെ ഡയലോഗ് ഡെലിവറി, ഫേഷ്യൽ എക്സ്പ്രഷൻ, കൈകളുടെ ചലനമൊക്കെ വിയേഡായിരുന്നു. മൈ ഡിയർ കുട്ടിച്ചാത്തനിലെ സീലിംഗിലൂടെയുള്ള നടത്തം മോഹൻലാലിന് വല്ലാതെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഒരു കാരണവുമില്ലാതെ ഈ സിനിമയിലും സീലിംഗിലൂടെയൊക്കെ ഇങ്ങനെ ഓടുന്നുണ്ട്. ചില സീനുകളൊക്കെ ഒട്ടുമങ്ങ് നീങ്ങാത്തത് കൊണ്ട് ഫോർവേഡ് ബട്ടൺ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇത് തിയേറ്ററിൽ ഇരുന്ന് കണ്ടവരിൽ പലർക്കും ഇത് വലിയൊരു ടോർച്ചർ തന്നെയായിരുന്നിരിക്കണം എന്നതിൽ സംശയമില്ല. ഒരു പാഷൻ ഉണ്ടാവുക, അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക, കുറെ കാലം അതിനുവേണ്ടി മാറ്റിവെക്കുക, കരിയറിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സമയത്ത് ആ പാഷന് വേണ്ടി മുന്നിട്ടിറങ്ങുക, പരാജയത്തെക്കുറിച്ച് ചിന്തിക്കാതെ ആളുകൾ എന്ത് പറയുമെന്നത് നോക്കാതെ അത് പ്രാവർത്തികമാക്കാൻ നോക്കുക. ഇതൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് വലിയ ഗുണങ്ങളാണ്. ആ കാര്യത്തിൽ മോഹൻലാലിനെ അഭിനന്ദിച്ചേ മതിയാകും. എന്നാൽ ആ ഒരു അധ്വാനത്തിന്റെ പ്രോഡക്റ്റ് മറ്റു മനുഷ്യരുടെ ക്ഷമ പരീക്ഷിക്കുന്ന ഒന്നായി പരിണമിച്ചാൽ അതിന് അയാളുടെ പാഷൻ ഓർത്ത് ഒന്നും പറയരുത് എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. ബറോസ് നമ്മുടെ സമയം നമുക്ക് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ സമയം മുന്നോട്ട് നീങ്ങാതെ കെട്ടിക്കിടക്കുന്ന പോലെ തോന്നുമെന്നും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സിനിമയാണ്. നമുക്കൊരു പാഷൻ ഉണ്ടായാൽ മാത്രം പോരാ, ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നും അറിഞ്ഞിരിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ സിനിമ. അപ്പൊ എന്താണ് മോഹൻലാലിന്റെ ബറോസ് എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.